ഒരുപാട് പുരസ്കാരങ്ങളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഭാരതരത്ന, പത്മശ്രീ, പത്മഭൂഷൺ, ബുക്കർ പ്രൈസ്, മക്സസെ, ഓസ്കാർ അവാർഡ്, എന്തിന് കീർത്തി ചക്രയും പത്മവീര ചക്രയും എന്നിങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങൾ. പക്ഷെ ആദ്യമായിട്ടാണ് സവർക്കർ പുരസ്കാരം എന്ന് കേൾക്കുന്നത്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പ്രഥമ സവർക്കർ പുരസ്കാരമാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ കേൾക്കാത്തതിന് അവാർഡ് കമ്മിറ്റിക്കാരെ പരിഹസിച്ചിട്ട് കാര്യവുമില്ല. എന്തായാലും ഈ സവർക്കർ പുരസ്കാരം ആർക്ക് കൊടുക്കുമെന്ന് സ്വാഭാവികമായി നമുക്കൊരു സംശയമുണ്ടാകും. കാരണം ആൻഡമാൻ ജയിലിൽ കിടന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്ത് തടി തപ്പിയ ആളാണ് ഈ സവർക്കർ. അപ്പോൾ അയാളുടെ പേരിലുള്ള പുരസ്കാരവും അതേ നിലവാരത്തിൽ തന്നെയുള്ള ആർക്ക് കൊടുക്കണമല്ലോ. അങ്ങനെ നോക്കിയപ്പോൾ പറ്റിയ ഒരാളെ കണ്ടെത്തി. മറ്റാരുമല്ല, സാക്ഷാൽ ശശി തരൂർ. കോൺഗ്രസിൽ ഇരുന്നു കൊണ്ട് മോദിയെയും BJP സർക്കാരിനെയും പുകഴ്ത്തുകയും സ്വന്തം പാർട്ടിയെയും നേതാക്കളെയും തരം കിട്ടുമ്പോഴൊക്കെ ചവിട്ടിക്കൂട്ടുകയും ചെയ്യുന്ന നമ്മുടെ തരൂർ ഈ പുരസ്കാരത്തിന് എന്തുകൊണ്ടും അദ്ദേഹം യോഗ്യനാണ്. അങ്ങനെയാണ് തരൂരിന് പ്രഥമ സവർക്കർ പുരസ്കാരം പ്രഖ്യാപിക്കുന്നത്. പക്ഷെ സ്വന്തം പാർട്ടിയിലെ ഒരു MPക്ക് ഇത്തരത്തിലൊരു പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടും അതിനെതിരെ ഒരു വാക്ക് പോലും മിണ്ടാൻ AICC തയ്യാറായിട്ടില്ല. അത് വാങ്ങരുത് എന്ന് തരൂരിനോട് പറയാനുള്ള നട്ടല് പോലും ഡൽഹിയിലെ ഒരു കോൺഗ്രസ് നേതാവിനും ഉണ്ടായില്ല. രാഹുൽ ഗാന്ധിക്ക് മൗനം, മല്ലികാർജുൻ ഖാർഗെക്കും മൗനം, KC വേണുഗോപാലിനും മൗനം തന്നെ. കേരളത്തിലാകെ ഒരു രാജ്മോഹൻ ഉണ്ണിത്താനും മുരളീധരനും മാത്രം പ്രതികരിച്ചു. ഏറ്റവും ഗംഭീരമായ പ്രതികരണം KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാറിൻ്റെതായിരുന്നു. പുരസ്കാരം വാങ്ങണോ വേണ്ടയോ എന്ന് ശശി തരൂരിന് തീരുമാനിക്കാം. അതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അതായത് RSSന്റെ ഒരു കുപ്രസിദ്ധ നേതാവിന്റെ പേരിൽ RSSകാർ കൊടുക്കുന്ന അവാർഡ് കോൺഗ്രസ് പാർട്ടിയുടെ MP ആയ തരൂർ വാങ്ങണോ എന്ന് തരൂരിന് തീരുമാനിക്കാമെന്ന്. ഇതാണ് കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റിന്റെ മറുപടി. എങ്ങനെയുണ്ട്? ഇതുപോലുള്ള കുറെ വർക്കിംഗ് പ്രസിഡന്റുമാർ കോൺഗ്രസിലുള്ളതാണ് RSSന്റെയൊക്കെ ഭാഗ്യം. തരൂരാകട്ടെ എല്ലാ കാര്യത്തിലും എന്ന പോലെ ഇക്കാര്യത്തിലും അവസാന നിമിഷം വരെ താളം ചവിട്ടി നിന്നു. എന്നിട്ട് അവസാന സമയത്ത് നിർണായക പ്രഖ്യാപനം നടത്തി. താൻ അവാർഡ് വാങ്ങാൻ പോകുന്നില്ല. പിന്നെ ട്വിറ്ററിൽ ഒരു പോസ്റ്റും. തന്നോട് പറയാതെയാണ് അവാർഡ് പ്രഖ്യാപിച്ചതെന്നും താൻ ഇതൊന്നും അറിഞ്ഞിട്ടേ ഇല്ലെന്നും തനിക്ക് പുരസ്കാരം കിട്ടിയ വിവരം അറിയുന്നത് മാധ്യമങ്ങളിലൂടെയാണെന്നും ഒക്കെ. പക്ഷേ തരൂരിന്റെ വാദം നിമിഷങ്ങൾക്കുള്ളിൽ പൊളിഞ്ഞു. ഒരു മാസം മുമ്പ് തന്നെ തരൂരിനെ നേരിൽ കണ്ട് ഇക്കാര്യം പറഞ്ഞതാണെന്നും അന്ന് അദ്ദേഹം അത് സമ്മതിച്ചിരുന്നുവെന്നും അവാർഡ് കമ്മിറ്റിക്കാർ തന്നെ വെളിപ്പെടുത്തിയതോടെ തരൂരിന്റെ കാറ്റുപോയി. അവാർഡ് ജൂറിയുടെ ചെയർമാൻ ഡോക്ടർ രവികാന്ത് IAS ആണ്. അദ്ദേഹം നേരിട്ട് തരൂരിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ടിരുന്നു. നമ്മുടെ OSD സജ്ജീകരണാരുണ്ടായിരുന്നു അദ്ദേഹത്തോടൊപ്പം. അങ്ങനെ ഇവര് നേരിട്ട് പോയി കണ്ട് സംസാരിച്ചാണ്. നേരത്തെ അതിനു മുമ്പ് തന്നെ കത്ത് കൊടുത്തിരുന്നു. എന്തായാലും നാളെ നാഥുറാം വിനായക് ഗോഡ്സെയുടെ പേരിലുള്ള ഒരു അവാർഡ് ഏതെങ്കിലും കോൺഗ്രസ്സുകാരന് കൊടുത്താലും അത്ഭുതപ്പെടാനില്ല. അന്നും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഇങ്ങനെ നാക്കും മൂക്കുമില്ലാതെ നിൽക്കും. കോൺഗ്രസ് അധപ്പതിച്ചു, കോൺഗ്രസ് നിലപാട് വിഴുങ്ങി എന്നൊക്കെയുള്ള വിമർശനങ്ങൾക്കും ഇനി പ്രസക്തിയില്ല. അധപ്പതനത്തിന് പോലും ഉണ്ടാകുമല്ലോ ഒരു മിനിമം നിലവാരം.